ഇപ്പൊ നിങ്ങള് എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നവരാണല്ലോ നിങ്ങളെല്ലാവരും. സാധാരണഗതിയിൽ നിങ്ങൾ അവിടെ ഇരിക്കുക, ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിൽ മുഖം കാണാത്ത രീതിയിൽ മറച്ചു നിൽക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, നമ്മുടെ മാധ്യമങ്ങളുടെ ക്യാമറകൾ. നമ്മളെല്ലാവരും അത് അംഗീകരിച്ചു കൊടുക്കലാണ്. കാരണം നാട്ടിലേക്ക് വിവരങ്ങൾ നൽകാനുള്ളവരാണല്ലോ അവർ. എന്താ നിങ്ങൾ ഇവിടെ ഒരാളെയും കാണാത്തത്? നിങ്ങൾ ചിന്തിക്കും ഇത് ഇവിടെ മാത്രമാണെന്ന്. ഞാൻ കഴിഞ്ഞ 2 പരിപാടിയിൽ പങ്കെടുത്തു, അവിടെയും ഇതേ അവസ്ഥയാണ് കണ്ടത്. എന്താണത്? നമ്മുടെ നാട്ടിലെ ചില വൻകിട മാധ്യമങ്ങൾ, അവർക്ക് ഈ കാര്യങ്ങൾ നാടറിയരുത് എന്ന് നിർബന്ധമുണ്ട്. ഇനി അഥവാ അറിയുകയാണെങ്കിൽ അതിൻ്റെ ഒരു വക്രീകരിച്ച ചിത്രം ഏറ്റവും ദുരുപദിഷ്ടമായ രീതിയിൽ അവതരിപ്പിക്കാനാണ് താല്പര്യം. യഥാർത്ഥ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കരുത് നിർബന്ധം ചില നിക്ഷിപ്ത താല്പര്യങ്ങളുടെ ഭാഗമായിട്ട് വരിക. അപ്പോ ഇതൊരു ബോധപൂർവമായ നീക്കമാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവരും ചിലപ്പോൾ ഇവിടെ എത്തിയിട്ടില്ലാത്തവരുമായ നമ്മുടെ ഈ പ്രദേശത്തെ 2 പ്രദേശത്തെ ഈ നാട്ടുകാർ, അവര് ഈ ചേരിക്കൽ പാലം, ചേരിക്കൽ കോട്ടം പാലം കാണുമ്പോൾ ഏത് തരത്തിലാണ് അവരുടെ മനസ്സ് കുളിർമ അനുഭവപ്പെടുക? എത്ര മനോഹരമായ പാലമാണ്! ആ ഒരു വികാരം, നാടിന്റെ വികാരം, അത് ആളുകളിലേക്ക് എത്തരുത് എന്നാണ് ഇതിന്റെ പിന്നിലുള്ള ചിന്ത. ഒന്നേ ഈ ഘട്ടത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളൂ, ഇവിടെ പങ്കെടുത്തവരിൽ മഹാഭൂരിഭാഗവും മാധ്യമരംഗത്തുള്ളവർ കൂടിയാണ്. അത് പക്ഷേ ദൃശ്യമാധ്യമവും അച്ചടി മാധ്യമവും അല്ല എന്ന് മാത്രം. യഥാർത്ഥത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവരാണ് നിങ്ങളിൽ പലരും. അപ്പോൾ വസ്തുതകൾ മറച്ചുവെക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടാകുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് ബോധപൂർവമായ ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന സാമൂഹ്യ മാധ്യമം ഇത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ പരിപാടിയുടെ ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളും നല്ല രീതിയിൽ നാടിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയ കഴിവ് ഉപയോഗിക്കണം എന്നുകൂടിയാണ് എനിക്ക് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.